ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 13-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. മേടം രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 കൂറുകളിൽ 27 നക്ഷത്ര ജാതകർക്കും നവഗ്രഹങ്ങൾ നൽകുന്ന അനുഭവത്തെ നക്ഷത്രഫലം എന്ന് പറഞ്ഞുകൊണ്ട് 27 നക്ഷത്ര ജാതകരുടെയും തിങ്കളാഴ്ച ദിവസത്തെ ജീവിതാനുഭവങ്ങളെ വിവരിക്കുകയാണ്. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽനാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ അനുകൂലമാകണമെന്നില്ല, എങ്കിലും സഹോദര ഗുണം ഉണ്ടാകുന്നൊരു ദിവസമാണ്. സഹോദരങ്ങൾക്ക് ക്ഷേമകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കും. ഇഷ്ടംപോലെ ഭക്ഷണമൊക്കെ കഴിക്കുവാൻ സാധിക്കും. അനേക വിധത്തിൽ ധനലാഭമൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ സുഖം സ്വസ്ഥ ദേഹനന്മ അനുകൂലമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണം. തൊഴിൽ ഗുണമുണ്ട്, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയമുണ്ട്, അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദുരിതങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി, ശത്രുത മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി മാതാവിന് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ധനപരമായ നേട്ടം, കുടുംബസുഖം, അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായ ദിവസമാണ്. വിദ്യ അഭ്യസിക്കാനുള്ള അനുകൂലമായൊരു ദിവസമാണ്. പക്ഷേങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ശത്രുത വന്നു ചേർന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുതകൾ, ബന്ധുക്കൾ മുഖേന ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുതകൾ വന്നു ചേർന്ന് ഈ ധനപരമായ നേട്ടവും കുടുംബസുഖവും വിദ്യ അഭ്യസിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. സ്ത്രീകളായിട്ടുള്ള ഈ ജാതകരെ സംബന്ധിച്ചോളം, ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ തിക്താനുഭവങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുന്നു. കൂടുതലായിട്ടും ശത്രുതയും പ്രതികൂലമായ അനുഭവങ്ങളും ഒക്കെ ആയിരിക്കാം വന്നു ചേരുക. എങ്കിലും ധനപരമായ നേട്ടം, മാതൃഗുണം, വിദ്യാഭ്യസിക്കാനുള്ള ഒരു സാഹചര്യം, അങ്ങനെയൊക്കെയുള്ള നല്ല സാഹചര്യങ്ങൾ വന്നു ചേർന്നാൽ പോലും ശത്രുത കൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും മിഥുനക്കൂറുകാരുടെ കാര്യം പറയാം. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. അവരുടെ ജന്മത്തിൽ പൂർണ്ണ ബലവാനായി ചന്ദ്രൻ നിൽക്കുന്നു, 12-ൽ വ്യാഴം നിൽക്കുന്നു. അനഭായോഗം എന്ന് പറയുന്ന രാജയോഗം വന്നു ചേരുന്ന ദിവസം. അപ്പോൾ ഈ ജാതകർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും, ധനം ചെലവാക്കും. അങ്ങനെ പേരും പ്രശസ്തിയും അവർ നേടിയെടുക്കും. ബഹുമാനമൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കും. മറ്റുള്ളവരുടെ ബഹുമാനമൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെയാണ് ആ ബഹുമാനം അവർക്ക് കിട്ടുന്നത്. അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബഹുമാനമാണ്. മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്ന ബഹുമാനം അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരുമ്പോൾ ഇവർക്ക് ശത്രുത വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. അത് ബന്ധുക്കൾ ശത്രുക്കളാകാം, ദാമ്പത്യ ജീവിതത്തിൽ ശത്രുത വന്നു ചേരാം, തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമായി തീരാം. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരാനും ഇതോടൊപ്പം തന്നെ സാധ്യതയുണ്ട്. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ്. രാജബഹുമാനം വരെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ എവിടെ നേട്ടമുണ്ടോ അവിടെ ശത്രുത വന്നു ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ചാനലിനകത്ത് കമൻ്റ് ഇടുന്നത് ചിലർ ദിവസം ചിലർ കമൻ്റ് ഇടും, ഇദ്ദേഹം പറയുന്നൊന്നും കേൾക്കരുത്, ഇദ്ദേഹം പറയുന്നൊന്നും വിശ്വസിക്കരുത്, ഞാൻ കേൾക്കാൻ പറ്റാത്ത ഒന്നും പറയുന്നില്ല, വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യവും ഞാൻ പറയുന്നില്ല, അറിവാണ് പറഞ്ഞു തരുന്നത്. പക്ഷേങ്കിൽ ചിലർക്ക് അങ്ങ് തോന്നുകയാണ് അങ്ങനെ എഴുതണമെന്ന്, അവരങ്ങ് എഴുതും. അപ്പോൾ നമ്മൾ വിചാരിക്കണം അത് ലോക സഹജമാണ്. നമ്മളൊരു കാര്യം ചെയ്ത് അത് വിജയിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ശത്രുത വന്നു ചേരുമെന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. അപ്പോൾ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകും. അപ്പോൾ മിഥുനക്കൂറുകാർ മനസ്സിലാക്കുക. ഇനി കർക്കിടക്കൂറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് 12-ൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു തിങ്കളാഴ്ച ദിവസമാണ്. ശാരീരികമായി അത്ര അനുകൂലമല്ല. ശാരീരികമായും മാനസികമായും അത്ര നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. രോഗത്താൽ ഭാരപ്പെടും, മരുന്നൊക്കെ കഴിക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് 1-2 ദിവസം മരുന്നൊക്കെ കഴിച്ചാൽ മതി, അവർക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുകയും ചെയ്യും. കാരണം ഇനി മുമ്പോട്ടുള്ള സമയം അവർക്ക് അനുകൂലമായ സമയം വന്നു ചേരുകയാണ്. അപ്പോൾ ചന്ദ്രൻ 12-ാം ഭാവത്തിൽ നിന്നാൽ മാതാവിന്
പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവത്തിൽ വന്നു ചേരുമെന്നൊക്കെയാണ് പറയുന്നത്. തൊഴിലിടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് പറയുന്നു. ദാമ്പത്യ ജീവിതത്തിൽ സൂക്കർ ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ ഇവർക്ക് പല വിധത്തിലുള്ള കടബാധകളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യത. പലവിധ പ്രതിസന്ധികളൊക്കെ വന്നു ചേരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. നേട്ടമായിട്ട് അവർക്ക് പ്രത്യേകിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിലിടങ്ങളിൽ നിന്നുള്ള സഹായവും ഒക്കെയാണ്. അതിപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം അതിന് വലിയ പ്രസക്തി ഉണ്ടാകില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്. പല വിധത്തിലും ധനലാഭം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രവർത്തന മേഖലയിൽ വിജയം കൈവരിച്ച് പല വിധത്തിൽ ധനലാഭം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. മനസ്സന്തോഷം വർദ്ധിക്കും. അതുപോലെ തന്നെ ഇവർക്ക് പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. കാര്യവിജയം പ്രതീക്ഷിക്കാം. അറിവും കഴിവും യോഗ്യതയും ഒക്കെ ഉള്ളവരായിട്ട് ഇവർ ശോഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ദാമ്പത്യ ജീവിതത്തിലെ സുഖക്കുറവൊഴിച്ചാൽ മറ്റു പല കാര്യങ്ങളിലും ഇവർക്ക് നേട്ടം തന്നെയാണ്. ആ നേട്ടം കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അകൽച്ച ഉണ്ടെങ്കിൽ പോലും അതെല്ലാം രമ്യമായി പരിഹരിച്ച് സന്തോഷമായിട്ട് പോകുന്നൊരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് ചിങ്ങക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് പൂർണ്ണ ബലവാനായ ചന്ദ്രൻ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു തിങ്കളാഴ്ച ദിവസമാണ്. സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. ലാഭകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. അതുപോലെ തന്നെ തൊഴിലഭിവൃദ്ധി, സുഖകരമായ അനുഭവങ്ങൾ, ധനലാഭം, ഒരുപാട് ഗുണാനുഭവങ്ങൾ, കീർത്തി, അംഗീകാരം, പ്രശസ്തി ഒക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ ശത്രുത, ബന്ധുക്കൾ മുഖേനയുള്ള ശത്രുതകൾ വന്നു ചേർന്ന് ഇതൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ബന്ധുക്കളുടെ ശത്രുത വന്നു ചേരും, അതാണ് ഒരു വിഷയം. ആ ബന്ധുക്കളുടെ ശത്രുത വന്നു ചേർന്ന് ഈ പറയുന്ന നേട്ടങ്ങളൊക്കെ ഒരുപക്ഷെ പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വന്നു ചേരാൻ ഇടയില്ല. അപ്പോൾ അതൊരു വിഷയമായി കിടക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവർ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യവും ഇവരെ സഹായിക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യവും സംജാതമാകും എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ നേട്ടങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. ആ നേട്ടങ്ങൾ പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല. ശത്രുത മൂലം, ബന്ധുക്കളുടെ ശത്രുത മൂലം അതൊക്കെ തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അറിഞ്ഞ് ജീവിക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം തൊഴിൽപരമായുള്ള നേട്ടം, ഭാഗ്യകരമായ അനുഭവങ്ങൾ ഒക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഇപ്പോൾ ഇല്ല എങ്കിൽ പോലും ഇവർക്ക് തിങ്കളാഴ്ച ദിവസം ഭാഗ്യാനുഭവങ്ങളും തൊഴിൽ ഗുണം കൊണ്ടും ഇവരുടെ ജീവിതം ധന്യമായി തീരേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ ശത്രുത വന്നു ചേർന്ന് ഇതൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ശത്രുത, ബന്ധുക്കളുടെ ശത്രുത വന്നു ചേരാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുതകളൊക്കെ വന്നു ചേരാം. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ നേട്ടങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ശത്രുത കൊണ്ട് വന്നു ചേരാതിരിക്കുവാനുള്ള സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അത് ഇവരുടെ ജീവിതത്തെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടിലും പ്രയാസത്തിലേക്ക് ഇവരെ കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എങ്കിലും ഇവർക്ക് ആശ്വസിക്കാനുള്ള ഒരു വകയെന്ന് പറഞ്ഞാൽ പ്രായമായവരെ കൊണ്ടുള്ള ഒരു കാര്യവിജയം, അത് ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതാണ് ഇവർക്ക് തിങ്കളാഴ്ച ദിവസം ആശ്വാസത്തിന് വകയുള്ളത്. എങ്കിലും അതും ശത്രുതയൊക്കെ കൊണ്ട് തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല. ഏത് കൂറിൻ്റെ ഫലം പറയുമ്പോഴും ഓർക്കണം, ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഞാൻ കോട്ടത്തെയാണ് പറയുന്നതെങ്കിൽ അവർക്കത് കോട്ടമൊന്നും വരത്തില്ല, അവർക്ക് നേട്ടം തന്നെയായിരിക്കും. ദശാകാലം നേട്ടമുള്ള സമയമാണെങ്കിൽ ആ നേട്ടം തന്നെ അവർ അനുഭവിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ ഓർപ്പിക്കാനുള്ളത്. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹനന്മാർ അത്ര അനുകൂലമായ ഒരു സമയമല്ല ഇപ്പോൾ. അപ്പോൾ അവർ പല പ്രകാരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ആ കൂടെ ഈ തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹനന്മാർ അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ അവർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വന്നു ചേരുന്നത് കൊണ്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കഷ്ടത പിടിച്ച അനുഭവങ്ങളൊക്കെ തന്നെയാണ് വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുക.
അപ്പോൾ ഈശ്വരനെ വിളിക്കുക, മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കുക. കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊന്നും വരാതെ ജീവിക്കാനുള്ള സാഹചര്യം തരണമേ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുക. പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോവും, നല്ല ആരോഗ്യമുണ്ടാകും. രോഗമോ ആപത്തോ അനർത്ഥങ്ങളോ ഒന്നും തന്നെ വരാതെ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റും. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇക്കാര്യങ്ങളിലൊന്നും പൂർണ്ണമായ തൃപ്തികരമായ ഒരു അനുഭവം ഇവർക്ക് വന്നു ചേരാത്തത് രാഹുവിൻ്റെ ഒരു ദോഷം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും ഇവരെ അലട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ചന്ദ്രൻ അഷ്ടമത്തിലും കൂടെ വരുമ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ജീവിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം സുഖകരമായ ദാമ്പത്യ ജീവിത വിജയം അത് നല്ല അനുഭവമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതം നല്ല അനുഭവമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. ധനവും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ഇവരെ തേടി വരുന്നൊരു ദിവസമാണ്. ഭാര്യ ഭർത്താവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ തൊഴിൽഗുണവും ധനപരമായ നേട്ടവും കുടുംബസുഖവും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന ദിവസമാണെങ്കിലും ബന്ധുക്കളുടെ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷത്തെ, നിങ്ങൾക്കുണ്ടാകുന്ന പോസിറ്റീവ് എനർജിയെ ഇല്ലാതാക്കി കളയാൻ ശ്രമിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എല്ലാ വിധത്തിലും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ചന്ദ്രൻ 7-ലാണ് നിൽക്കുന്നത്. 7-ാം ഭാവത്തിൽ ബലമുള്ളൊരു ചന്ദ്രൻ നിന്നാൽ സകലവിധമായ ഭാഗ്യങ്ങളും സുഖാനുഭവ യോഗങ്ങളും ദാമ്പത്യ ജീവിത വിജയം, കുടുംബസുഖം, തൊഴിൽപരമായുള്ള നേട്ടം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നേട്ടം തന്നെയാണ് വന്നു ചേരുക. പക്ഷെങ്കിൽ ചന്ദ്രന് ശത്രുത വന്നു ചേരരുത് എന്നുള്ളൊരു കണ്ടീഷൻ അവിടെയുണ്ട്. പക്ഷെങ്കിൽ ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നത് കൊണ്ട് ശത്രുത മൂലമുള്ള പ്രതിസന്ധികൾ ഈ കൂടെ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ബലമുള്ള ഒരു ചന്ദ്രൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജ്യോതിഷൻ പറയുന്നത് ഈ 6-ാം ഭാവത്തിൽ ബലമുള്ള ചന്ദ്രൻ നിന്നാൽ നിങ്ങൾക്ക് രോഗമോ ദുഃഖമോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും വരത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അവിടെ ജ്യോതിഷത്തിൽ ഒരു കണ്ടീഷനുണ്ട്. ഈ 6-ാം ഭാവത്തിൻ്റെ അധിപൻ എവിടെ നിൽക്കുന്നു, 6-ലോ 8-ലോ 12-ലോ ആണോ എന്നൊന്ന് പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ 6-ാം ഭാവത്തിൻ്റെ അധിപൻ 12-ൽ നിൽക്കുന്നത് കൊണ്ട് ഈ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാർ ആശുപത്രിവാസത്തിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടാം. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടാം. ബന്ധുക്കളുടെ തൃപ്താനുഭവങ്ങൾ ഇവർക്ക് ഒരു വേദനയായി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അഷ്ടമത്തിൻ്റെ അധിപൻ 12-ലാണ്. 12-ലെ സൂര്യൻ ഇപ്പോൾ ചൊവ്വാഴ്ച ദിവസം കൊണ്ട് അവർക്ക് ജന്മഭാവത്തിലേക്ക് സൂര്യൻ കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് പലർക്കും പല അനുഭവങ്ങളുണ്ടാകാം. ചിലർക്ക് രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളുണ്ടാകാം, ചിലർക്ക് ധനത്തിന് അമിതമായ ചിലവുണ്ടാകാം, ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം, ചിലർക്ക് ശ്വാസം മുട്ടൽ, നെഞ്ചുവേദനയൊക്കെ ഉണ്ടാകാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. അങ്ങനെ പല വിധത്തിലുള്ള പല അനുഭവങ്ങളാണ് ചിലർക്കുണ്ടാകുക. ചിലർക്ക് കിട്ടുന്ന ധനം അനാവശ്യമായിട്ട് ചിലവഴിച്ചു പോകും. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടാകുക. ചിലർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ലാതെ തൊഴിൽഗുണവും ധനപരമായ നേട്ടവുമായിട്ട് കുറേ പേർ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഈ മകരക്കുറുകാർക്ക് തിങ്കളാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കുക. ചിലർക്ക് നേട്ടമാണ്, ചിലർക്ക് കോട്ടമാണ്, ചിലർക്ക് രോഗമാണ്, ചിലർ ആശുപത്രിവാസമാണ്, ചിലർക്ക് മാതാവിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ശത്രുത ചിലരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രതിസന്ധികളാണ് മകരക്കുറുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നിങ്ങൾ ഏർപ്പെടുന്ന കാര്യത്തിൽ വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു. പക്ഷെങ്കിൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊന്നും കാര്യമായി ഉണ്ടാകത്തില്ല. തൊഴിൽപരമായുള്ള നേട്ടവും കാര്യമായി ഉണ്ടാകത്തില്ല. പക്ഷെങ്കിൽ കാര്യവിജയം, നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുന്ന ഒരു ദിവസമാണ്. അത് രാജയോഗത്തോടു കൂടി തന്നെ നിങ്ങൾ കാര്യവിജയം നേടും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹത്തിന് മാത്രം അനുകൂലമാകണമെന്നില്ല. അതുപോലെ തന്നെ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിതവും തൊഴിൽ ഗുണവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഇവരുടെ അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്.
എങ്കിൽ പോലും ഈ തിങ്കളാഴ്ച ദിവസം ഇവർക്ക് പല പ്രകാരത്തിലുള്ള നേട്ടം ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. മാതാവുമായിട്ട് ഇവർ ഒരുപക്ഷെ അകന്നു കഴിയേണ്ട ഒരു സാഹചര്യം വന്നാലും മാതാവിൻ്റെ സ്വത്തുവകകളൊക്കെ ലഭിക്കുവാനും അതുപോലെ തന്നെ പുതിയ വീട്, വസ്തു, വാഹനം എന്നിവയൊക്കെ സ്വന്തമാക്കാനും അനുകൂലമായൊരു ദിവസമാണ്. ഒരുപക്ഷെ മാതാവ് അകന്നു കഴിയുവാൻ സാധ്യതയുണ്ട്. മാതാവുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടോ ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ഏതെങ്കിലും കാര്യത്താൽ മാതാവുമായിട്ട് അകന്നു കഴിയുവാൻ സാധ്യതയുണ്ട്. എങ്കിലും മാതാവിൻ്റെ സ്വത്തുവകകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. പുതിയ വാഹനം, വീട്, ഭൂമിയൊക്കെ സ്വന്തമാക്കുവാനും അനുകൂലമായ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയവും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അതൊരു പ്രത്യേകതയാണ്. എന്നാൽ ചിലർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊരു വിഷയമാണ്. അപ്പോൾ ആ കൂടെ തന്നെ നേട്ടവുമുണ്ട്. അപ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ്. ചിലർക്ക് നേട്ടങ്ങൾ തന്നെ, ചിലർക്ക് രോഗത്തെ തുടർന്നുള്ള ചികിത്സയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചിലർ അങ്ങനെ പോകും. ചിലർക്ക് പുതിയ വീട് വെക്കുക, വസ്തു വാങ്ങിക്കുക, വാഹനം വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ചിലരൊക്കെ അങ്ങനെ പോകും. ചിലർ സാധാരണ ഒരു യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ ചിലർ അങ്ങ് ജീവിച്ചു പോകും. അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും മീനക്കുറുകാർക്ക് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയിൽ കൂടി കഴിയുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുവാൻ വേണ്ടി ജനുവരി മാസം 31-ാം തീയതി നടക്കുന്ന രാഹു കേതു ദോഷപരിഹാര പൂജയിൽ പങ്കുചേരുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടം ഉണ്ടാകും. അതായത് രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്താൽ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാര്യവിജയം ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ട് നല്ല നിലയിൽ മുമ്പോട്ട് പോകും. ധനപരമായ അനാവശ്യമായിട്ട് ചിലവുകളൊന്നും വന്ന് ജീവിതം കടബാധയിൽപ്പെടാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ പറ്റും. നിങ്ങളുടെ മുമ്പിൽ എവിടെയും അനുകൂലമായ അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാകുക. പ്രതിസന്ധികളോ കല്ലുകടികളോ അല്ലെങ്കിൽ ശത്രുതകളോ ഒന്നും വന്നു ചേരാതെ നല്ല സന്തോഷത്തോടും ഐശ്വര്യത്തോടും ജീവിക്കാൻ പറ്റും നിങ്ങൾ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്താൽ. അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക. ഞാൻ എൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു തരാം. ജനുവരി മാസം 31-നാണ് ഈ പൂജ നടക്കുന്നത്, രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത്. താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക. ഞാൻ ആരെയും പ്രസ് ചെയ്തല്ല പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തെ നല്ല നിലയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം അതിനുവേണ്ടി ശ്രമിക്കുക. ധനച്ചെലവുള്ള കാര്യമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.